വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വർക്കിംഗ് അതെങ്ങനെയാണ് നമുക്കതിൻ്റെ ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു എക്സ്പെരിമെൻ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനേക്ക് ആവശ്യമായിട്ട് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ വരച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 7400 IC NAND ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനേക്ക് ആവശ്യമായിട്ടുള്ള ട്രൂത്ത് ടേബിളും വരച്ചിട്ടുണ്ട്. ഓക്കെ, SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ ചെയ്യുന്നത്. S മീൻസ് സെറ്റ് ആൻഡ് R മീൻസ് റീസെറ്റ്. നമുക്ക് ക്ലോക്ക് ആവശ്യമുണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറിയിൽ. ഓക്കെ, അപ്പം നമുക്ക് അതിന് എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് QN+1 QN+1 ബാർ എന്ന് പറഞ്ഞ് രണ്ട് ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ട്രൂത്ത് ടേബിൾ വരച്ചിട്ടുണ്ട്. അതോടൊപ്പം ക്ലോക്ക് പൾസ് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ഇൻപുട്ട് കണ്ടീഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ക്ലോക്ക് പൾസും കൂടി അപ്ലൈ ചെയ്താൽ മാത്രമായിരിക്കും നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോർ ചെയ്ത ബിറ്റ് മാറിയിട്ട് നമുക്ക് പുതിയ ബിറ്റ് സ്റ്റോർ ആക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ 00 കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഔട്ട്പുട്ട് QN എന്നും QN ബാർ എന്നുമാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതെന്തെന്ന് പറഞ്ഞാൽ 00 കൊടുക്കുന്ന സമയത്ത് പ്രീവിയസ് എന്താണോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണാൻ പറ്റുന്നത്. ഇനി S0 R1 കൊടുത്തിട്ട് ക്ലോക്ക് 1 കൊടുക്കുന്ന സമയത്ത് നമുക്ക് QN+1 എന്നുള്ള ഔട്ട്പുട്ട് 0യും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും താഴെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് 0 ആവുന്ന കണ്ടീഷൻ റീസെറ്റ് എന്ന് പറയുന്നു. അഗെയിൻ നമ്മൾ S1ഉം R0യും കൊടുത്ത് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന കണ്ടീഷൻ ചേഞ്ച് ആവുന്നു. എന്നിട്ട് QN+1ൽ 1ഉം QN+1 ബാറിൽ 0യും കിട്ടുന്നു. QN+1 1 ആവുന്ന കണ്ടീഷൻ നമ്മൾ സെറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നു. ഇനി എസും ആറും 1 കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എക്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കാണ്. ദാറ്റ് മീൻസ് ഒരു ഫോർബിഡൻ കണ്ടീഷൻ ആയിരിക്കും. ഒരു ഔട്ട്പുട്ട് സെറ്റായി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ അടുത്ത ഔട്ട്പുട്ട് അതിൻ്റെ ബാറായിരിക്കും കിട്ടേണ്ടത്. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ അങ്ങനെ ആയിരിക്കില്ല നിങ്ങൾക്ക് കാണാൻ കഴിയുക. അത് ട്രൂത്ത് ടേബിൾ വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് അതിൻ്റെ ഡയഗ്രാം എടുത്തു. 4 നാൻഡ് ഗേറ്റാണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു സിംഗിൾ ICക്കകത്ത് നമുക്ക് ഒരു സിംഗിൾ 7400 IC എടുത്തു കഴിഞ്ഞാൽ ഈ 4 ഗേറ്റും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 4 ഗേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 4 ICയുടെ ആവശ്യമില്ല. ഒരു സിംഗിൾ ICക്ക് ഉള്ളിൽ തന്നെ ഈ 4 ഗേറ്റ് കാണാൻ പറ്റും. ഇത് ഒരു 7400 ICയുടെ ഇൻറ്റേർണൽ ഡയഗ്രാമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതായത് ഈ ഒരു ICക്കകത്ത് 4 ഗേറ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പം ആ ഒരു IC മാത്രം യൂസ് ചെയ്തിട്ട് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിൻ ഔട്ട് ഡയഗ്രാം നോക്കിയിട്ട് നമുക്ക് ICക്ക് ഗേറ്റ്സിന് നമ്പർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നോക്കി കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഗേറ്റായിട്ട് 1 2 3 ആണ്. അതായത് ആ ICയുടെ പിൻ ഔട്ട് ഡയഗ്രാം നോക്കി ഫസ്റ്റ് ഗേറ്റിൻ്റെ നമ്പർ ഞാൻ ആ ഒരു ICക്ക് കൊടുത്തു. സെക്കൻഡ് ഗേറ്റിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗേറ്റിന് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ എന്താണ് 3 4 മീൻസ് 4 5 ആണ് ഇൻപുട്ട്, 6 ആണ് ഔട്ട്പുട്ട് സെക്കൻഡ് ഗേറ്റിൻ്റെ. സോ അതിന് അങ്ങനെ ഒരു നമ്പർ കൊടുത്തു. ഇനി എന്താണ് 9ഉം 10ഉമാണ് ഇൻപുട്ട്, 8 ആണ് അടുത്ത ഗേറ്റിൻ്റെ ഔട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, 9 10ഉം കൊടുക്കുന്നു, എന്നിട്ട് 8 ഔട്ട് മാർക്ക് ചെയ്യുന്നു. ഇനി എന്താണ് ലാസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ 12ഉം 13ഉമാണ് ഇൻപുട്ട്, 11ൽ നിന്നാണ് ഔട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. സോ ഒരു പിൻ ഔട്ട് ഡയഗ്രാം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് വേണം ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസുകൾ മാർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പിൻ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടില്ല. അതുപോലെ ICക്ക് VCCയും ഗ്രൗണ്ടും കൊടുക്കാൻ മറക്കരുത്. അതിൻ്റെ പിന്നും ഈ പിൻ ഔട്ട് ഡയഗ്രത്തിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, IC പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നോട്ട്സ് നോക്കിയിട്ട് നമ്മളിങ്ങനെ ആ ഒരു ബ്രെഡ് ബോർഡിൻ്റെ ഈ ഒരു പൊസിഷനിൽ നമുക്കിങ്ങനെ IC കണക്ട് ചെയ്യാം, പിൻസുകൾ ഷോർട്ട് ആവാത്ത തരത്തിൽ. ഓക്കെ, IC പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഇതിനകത്ത് എസ് എന്നൊരു ഇൻപുട്ട് കൊടുക്കണം, R ഇൻപുട്ട് കൊടുക്കണം, ക്ലോക്ക് കൊടുക്കണം. അതോടൊപ്പം നമുക്ക് എന്താണ് ഔട്ട്പുട്ടായിട്ട് QN+1 QN
N+1 ബാറും കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് ഇത്രയും പോർഷൻസ് നമുക്ക് ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റിൽ നിന്ന് കണക്ട് ചെയ്യേണ്ട ഭാഗങ്ങളാണ്. നമുക്ക് ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്യേണ്ട പോർഷൻസ് ആദ്യം ചെയ്തിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട്സ് കൊടുക്കാം. അപ്പം ഫസ്റ്റ് നോക്കി 2 4 കൂടി ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ട്, അതായത് 2 4 കൂടി തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കണക്ഷൻ ചെയ്യാം. 2 4 ഷോർട്ട് ചെയ്ത പോയിന്റിലാണ് നമ്മൾ ക്ലോക്ക് കൊടുക്കാനായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കുറേ പേർക്ക് ഇനിയും കണക്ഷൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് മനസ്സിലാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഇനി നോക്കി, നാൻഡ് ഗേറ്റിൻ്റെ 3യിൽ നിന്ന് 10ലേക്ക് ഒരു കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? കറക്റ്റ് 3യിൽ നിന്ന് 10ലേക്ക് ആ ഒരു പിൻ നമ്പർ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന കാരണം നമുക്ക് നോക്കി അങ്ങ് കണക്ട് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ബുദ്ധിമുട്ട് കൂടാതെ. 3യും 10ഉം കൂടി നമ്മൾ കണക്ട് ചെയ്യുന്നു. ലാസ്റ്റ് പിന്നെ 7 ആണ്. ഇനി ടോപ്പിൽ നിന്ന് നമ്മൾ 8 സ്റ്റാർട്ട് ചെയ്യുന്നു. അതൊക്കെ നേരത്തുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ 3യും 10ഉമാണ് ഷോട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ 3യും 10ഉം ഷോട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് കണക്ഷൻ ഞാൻ 6ഉം 12ഉമാണ് കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ കണക്ട് ചെയ്യുന്ന ടൈമിൽ കണക്ട് ചെയ്ത പോർഷൻസ് നിങ്ങൾ ടിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഏതെങ്കിലും കണക്ഷൻ നമ്മൾ ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, 6ഉം 12ഉം കൂടി ഷോട്ട് ചെയ്യുകയാണ്. 6ഉം 12ഉം കൂടി ഷോട്ട് ചെയ്തു. ഓക്കെ, 6ൽ നിന്ന് 12ലേക്ക് ജസ്റ്റ് ഒരു കണക്ഷൻ കൊടുത്തു. അപ്പോൾ ഈ 2 കണക്ഷൻ ഓവറാണ്. ഇനി നോക്കി, 9ൽ നിന്ന് 11ലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. കണ്ടോ, 9ൽ നിന്ന് 11ലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. സോ ബ്രെഡ് ബോർഡിൽ നിന്ന് 9th പിന്നിൽ നിന്ന് 11th പിന്നിലേക്ക് നമുക്കൊരു കണക്ഷൻ കൊടുക്കാം. 9ഉം 10ഉം കൂടി എന്ത് ചെയ്യുക, ഷോട്ട് ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ട് നമ്പർ നോക്കി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ LCDയുടെ ഔട്ട്പുട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്, പക്ഷെ ആ ഒരു ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്ന് മാത്രം. ഇനി 9ഉം 13ഉം കൂടി ഷോട്ട് ചെയ്യാം. ICയുടെ 9ഉം 13ഉം കൂടി ഷോട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടോപ്പിൽ നമുക്ക് റൈറ്റ് പൊസിഷനിൽ 8 ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. തൊട്ടടുത്ത് 9 ഉണ്ട്. 9ഉം ഏതാണ് ഷോട്ട് ചെയ്യേണ്ടത്, 9ഉം 13ഉം തമ്മിൽ ഷോട്ട് ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന വയേഴ്സിൻ്റെ ആ ലീഡുകൾ തമ്മിൽ ടച്ച് ചെയ്യാതെ നോക്കുക. അത് ഷോർട്ട് ആവാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം കറക്റ്റായിട്ട് ബ്രെഡ് ബോർഡിൽ വൃത്തിക്ക് വയർ ചെയ്യുക. ഇനി നമുക്ക് 2 ഇൻപുട്ട് കൊടുക്കണം, 2 ഔട്ട്പുട്ട് കൊടുക്കണം, ക്ലോക്ക് കൊടുക്കണം. അതോടൊപ്പം VCC ഗ്രൗണ്ട് കണക്ഷൻസ് ചെയ്യണം. ഓക്കെ, VCC 14th പിന്നും ഗ്രൗണ്ട് എത്രാമത്തെ പിന്നാണ്, 7th പിന്നുമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, VCCയുടെ പോർട്ടിൽ നിന്ന് +5 വോൾട്ടാണ് ഈ IC ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. +5 വോൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 14th പിന്നിലേക്ക് കൊടുക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് IC ഡാമേജ് ആവുന്ന ഒറ്റ കാര്യമെന്ന് പറഞ്ഞാൽ ഈ VCC ഗ്രൗണ്ട് കണക്ഷൻ നിങ്ങൾ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ആ പോയിന്റിലല്ല കൊടുക്കുന്നതെങ്കിലാണ് IC ബേൺ ആവുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. VCC ഗ്രൗണ്ട് കണക്ഷൻ ചെയ്തു. ഇനി നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്, എസും ആറും 2 ഇൻപുട്ട് നമുക്ക് കണക്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഓൾറെഡി 2 വയർ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് എസ് ആയിട്ട് ഞാൻ എടുക്കുവാണ്. ഫസ്റ്റ് ഇൻപുട്ട് എസ്. ഓക്കെ, അപ്പം സെക്കൻഡ് ഇൻപുട്ട് എന്താണ്, ആറായിട്ട് വിചാരിക്കുന്നു. അപ്പം എസ് എന്നുള്ള ഇൻപുട്ട് എവിടെയാണ് കൊടുക്കേണ്ടത്, ICയുടെ 1ാമത്തെ പിന്നിലും 6 എന്നുള്ള ഇൻപുട്ട് ICയുടെ 5ാമത്തെ പിന്നിലുമാണ് കണക്ട് ചെയ്യേണ്ടത്. സോ എസ് ഫസ്റ്റ് പിന്നിൽ, 6 5th പിന്നിൽ കണക്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ 2 ഇൻപുട്ടും എന്ത് കൊടുത്തു, കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഉള്ളത്, ഔട്ട്പുട്ട് കണക്ട് ചെയ്യണം. നമുക്ക് 2 ഔട്ട്പുട്ടാണുള്ളത്, QN+1ഉം QN+1 ബാറുമാണ് ഉള്ളത്. അപ്പോൾ QN+1 എവിടെയാണ് കണക്ട് ചെയ്തേക്കുന്നത്, ഫിഗറിനകത്ത് 8ാമത്തെ പിന്നിലാണ് കൊടുക്കേണ്ടത്. QN+1 11th പിന്നിലാണ് കൊടുക്കേണ്ടത്.
ഓക്കെ, അപ്പോൾ 8th പിന്നിലും 11th പിന്നിലും ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കണക്ട് ചെയ്യുന്നത് QN+1 എന്നുള്ള പിന്നാണ്. അപ്പോൾ നിങ്ങൾ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ QN+1 ഏതാണ്, QN+1 ബാർ ഏതാണെന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുന്നത് കറക്റ്റ് LED ആണോ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ QN+1 8ാമത്തെ പിന്നിലും QN+1 ബാർ ഞാൻ 11th പിന്നിൽ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഓക്കെ, പ്രോപ്പറായിട്ട് നോക്കി ആ ഒരു പൊസിഷൻ, ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പം ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി JKയും ഒക്കെ നിങ്ങൾക്ക് എളുപ്പം കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിൻ്റെ ഓരോ മോഡൽ വീതം ചെയ്ത് കാണിക്കാമെന്നാണ് കരുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, ക്ലോക്ക് കൊടുക്കണം. അപ്പം നമ്മുടെ എസും ആറും ക്യൂവും QN+1 എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി ക്ലോക്കിൻ്റെ കണക്ഷൻ നോക്കി, നമുക്ക് മോണോ പൾസർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു പോർട്ട് കാണാൻ പറ്റും. ഇതിനകത്തൊരു സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു പുഷ് ബട്ടൺ കാണാൻ പറ്റും. നമുക്ക് ഓട്ടോമാറ്റിക് ക്ലോക്കും ഇതിനകത്തുണ്ട്. 1 ഹെർട്സ്, പിന്നെ 10 ഹെർട്സ്, അങ്ങനെ 1 കിലോ ഹെർട്സ്, 100 കിലോ ഹെർട്സ് വരെ നമുക്ക് ഈ ഒരു പോർട്ടുകളിൽ നിന്ന് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലോക്ക് എടുക്കാം. ഈ മോണോപൾസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്താലായിരിക്കും ക്ലോക്ക് ചെല്ലുക. മറ്റ് പോർട്ടുകളിൽ നിന്ന് ഓട്ടോമാറ്റിക് ക്ലോക്ക് പൾസ് പോകും. ഓരോ ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റ് നമുക്ക് എന്താണ്, ഡിഫറെൻറ്റ് മോഡൽസ് ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റ് ഉണ്ടാവും. അപ്പോൾ പലരുടെയും കയ്യിലിരിക്കുന്നത് വേറെ വേറെ ടൈപ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ എന്തായാലും ഓട്ടോമാറ്റിക് ക്ലോക്ക് അല്ല കൊടുത്തേക്കുന്നത്. എന്താണ്, നമ്മൾ എങ്ങനെയാണ് ക്ലോക്കിനനുസരിച്ച് ഇൻപുട്ട് ചേഞ്ച് ചെയ്യുകയെന്ന് കാണിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ മോണോ പൾസറിനകത്താണ് ക്ലോക്ക് കൊടുത്തിരുന്നത്. ക്ലോക്ക് 2, 4 ഷോർട്ട് ചെയ്ത പോയിൻ്റ് കൊടുത്തു. ഇനി നമുക്ക് ഇൻപുട്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. 0, 0 കൊടുക്കുന്ന സമയത്ത് QN ബാർ എന്നൊക്കെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഔട്ട്പുട്ട് QN+1 എന്നാണ് നമ്മൾ ഹെഡിങ് കൊടുത്തേക്കുന്നത്. അപ്പോൾ QN എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ആയിരിക്കും. ഇപ്പോൾ പ്രീവിയസ് കണ്ടീഷൻ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ട് മാത്രമായിരിക്കണം നമ്മൾ പ്രീവിയസ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. 0, 0 കണ്ടീഷൻ നമുക്കറിയില്ല, ഓൾറെഡി ഒരു ഔട്ട്പുട്ട് വന്ന് നിൽപ്പുണ്ട്. അതായത് പ്രീവിയസ് എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതാണ് നമുക്കിപ്പം കാണുന്നത്. അപ്പം അത് നമുക്ക് എന്താണ്, ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കണ്ടീഷൻ കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് 0, 1 കണ്ടീഷൻ കൊടുത്ത് ഇൻപുട്ട് S0 R1 ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എസും ആറും കൊടുത്തതിന് ശേഷം ക്ലോക്ക് പൾസ് ഹൈ ആക്കി കൊടുക്കുകയാണ്. ക്ലോക്ക് 1 കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നത്, QN+1 എന്നുള്ള ഔട്ട്പുട്ട് 0യും QN+1 ബാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് 1ഉം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ, 0യും 1ഉം. അപ്പം ആ ഒരു ട്രൂത്ത് ടേബിൾ നോക്കിയേ, ഈ S0 R1 ആയിരിക്കുന്ന സമയത്ത് QN+1 എന്നുള്ള ഔട്ട്പുട്ട് 0യും QN+1 ബാർ നിങ്ങൾക്ക് 1ഉം കിട്ടുന്നത് കാണാം. ഇനി ഈ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ചേഞ്ച് ചെയ്യുക, അതോടൊപ്പം ക്ലോക്ക് പൾസ് ചേഞ്ച് ചെയ്താൽ മാത്രമേ പുതിയ ഒരു എലമെൻറ്റ് ഓർ പുതിയൊരു ബിറ്റ് ഇതിനകത്തേക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റോർ ചെയ്യത്തുള്ളൂ. അപ്പം ആ ഒരു കണ്ടീഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പം 0, 1 കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇതാണ് 0, 1 എന്നുള്ള ഔട്ട്പുട്ടാണ് കിട്ടിയെങ്കിൽ നമ്മുടെ ഇൻപുട്ട് 0, 0 ആക്കി നോക്കിയാൽ 0, 0യിൽ എന്താണ് കിട്ടേണ്ടതെന്ന് എഴുതിയിരിക്കുകയാണ്, പ്രീവിയസ് കണ്ടീഷൻ. അതായത് പ്രീവിയസ് നമ്മൾ എന്താണോ ചെയ്തത് ആ കണ്ടീഷനിലായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. നോക്കിയേ, 0, 0 കൊടുത്ത് ഞാൻ ക്ലോക്ക് കൊടുത്തപ്പോൾ നമ്മൾ 0, 1 കൊടുത്തപ്പോൾ എന്താണോ ഉണ്ടായിരുന്നത് ആ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്, S1ഉം R0യും കൊടുത്തു. S1ഉം R0യും കൊടുത്തുകൊണ്ട് മാത്രം ഔട്ട്പുട്ട് ചേഞ്ച് ആയില്ല. ചേഞ്ച് ആകണമെങ്കിൽ ക്ലോക്ക് പൾസ് നമ്മൾ 1 കൊടുക്കുന്നു. ക്ലോക്ക് പൾസ് 1 കൊടുക്കുമ്പോൾ ക്ലോക്ക് പൾസ് ഞാൻ പ്രസ് ചെയ്യുവാണെങ്കിൽ, അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നത്. 1 കൊടുക്കുകയാണെങ്കിൽ ഇൻപുട്ട് S1 R0 കൊടുത്തപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്തായി, QN+1 1 ആയി.
അതിൻ്റെ ഓപ്പോസിറ്റാണ് QN+1 ബാർ നിൽക്കുന്നത് അല്ലേ. SR 1 0 കണ്ടീഷനിൽ നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് 1 കിട്ടി, അതിൻ്റെ ഓപ്പോസിറ്റ് കിട്ടി. ഇനി നോക്കൂ, 0 0 കൊടുത്തിട്ട് ക്ലോക്ക് കൊടുക്കൂ. 0 0 കൊടുത്തിട്ട് ക്ലോക്ക് കൊടുത്ത് നോക്കിയാൽ എന്താണ്, പ്രീവിയസ് എന്താണോ നമ്മൾ ചെയ്ത് വച്ചിരുന്നത് 1 0 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ കണ്ടീഷൻ തന്നെയായിരിക്കും 0 0 കൊടുത്തപ്പോൾ കിട്ടിയത്. അതായത് പ്രീവിയസ് കണ്ടീഷൻ. 0 1 കൊടുത്താൽ നമ്മൾ ക്ലോക്ക് അപ്ലൈ ചെയ്താൽ 0 കിട്ടുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പുറം കിട്ടുന്നു, 0 0 കിട്ടുന്നു. 1 0 ക്ലോക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു, 1 0 എന്നുള്ള കണ്ടീഷൻ. ഇനി 1 1 എന്നുള്ള കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യണം. 1 1 ആണ് ഫോർബിഡൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. 1 1 കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഫോർബിഡൻ സ്റ്റേറ്റ് ആവുന്നത് നോക്കൂ. രണ്ട് ഔട്ട്പുട്ടും ഹൈ ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഔട്ട്പുട്ട് 0 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണമല്ലോ കിട്ടേണ്ടത്, പക്ഷേ അങ്ങനെയല്ല കിട്ടുന്നത്. നോക്കിയേ, ബാക്കി കണ്ടീഷൻസ് നോക്കിയേ. 0 1 1 കൊടുക്കുന്ന സമയത്ത് മാത്രം രണ്ട് ഔട്ട്പുട്ടും ഹൈ ആയിട്ട് നിൽക്കുന്നു. ഈ ഒരു കണ്ടീഷൻ ഫോർബിഡൻ സ്റ്റേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. 0 1 നമുക്ക് 0 1 കിട്ടുന്നുണ്ട്. 0 0 കൊടുത്തപ്പോൾ പ്രീവിയസ് കണ്ടീഷൻ നിൽക്കുന്നുണ്ട്. 1 0 കൊടുത്തപ്പോൾ 1 0 ഔട്ട് കിട്ടി. 1 1 കൊടുക്കുമ്പോൾ മാത്രം ഫോർബിഡൻ സ്റ്റേറ്റ് കിട്ടി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ